ഒന്ന് ഫ്രഷ് ആയി കിടക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് മിഡ് വൈഫ് എക്സാമിൻ ചെയ്യാൻ വരും എന്ന് പറഞ്ഞത്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാന്നാണ് എക്സാമിൻ കഴിഞ്ഞ ശേഷം മിഡ് വൈഫ് പറഞ്ഞത്. എന്തൊക്കെയോ എവിടേക്കോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതില്ല. കഠിന പ്രയത്നത്തിന് ശേഷം എപ്പോഴും ഒന്ന് മയങ്ങി. അങ്ങനെ അവസാനം പെയിൻ ഇൻഡ്യൂസ് ചെയ്ത ശേഷം ദേ കിടന്നുറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഇഡ്ലി സാമ്പാറും പ്രതീക്ഷിച്ച എനിക്ക് ബ്രെഡും ബട്ടറും കണ്ടതിൽ നല്ല നിരാശയാണ്. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അത് മുഴുവനും ഇനി അടുത്ത കുറച്ച് മണിക്കൂറുകൾ ബേബിയെ ഒന്ന് മോണിറ്റർ ചെയ്യാം. ബേബിയെ മാത്രമല്ല എന്നെ കുറച്ച് മോട്ടിവേഷൻ കേട്ട് കിടക്കുന്ന കിടപ്പാണത്. ഇനി ബെഡൊക്കെ ഒന്ന് നന്നായി വിരിച്ചു. ബോഡി ഫുള്ള് വയറിങ്. അണിയറയിൽ നല്ല ഒന്നാന്തരം കൗണ്ടറുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ എവിടെയോ തോന്നുന്നുണ്ടോ? ഇത് തന്നെയാണ് അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കൗണ്ടറുകൾ അവസാനിപ്പിച്ച് കുറച്ച് കഴിക്കാം, കുറച്ച് ഉറങ്ങാം. പെയിൻ വരാത്ത സ്ഥിതിക്ക് റീൽ എടുത്താലോ? ആദ്യം കുറച്ച് എക്സസൈസ് ചെയ്യുന്ന കെട്ടിയോൻ. എന്നാ പിന്നെ ആവാം. രാവിലത്തെ സങ്കടം മാറ്റാൻ ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണി. അപ്പോഴേക്കും അടുത്ത മോണിറ്ററിങ്ങിനുള്ള സമയമായി. ഈ റീഡിങ്സ് ഒക്കെ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഒരു സുഖം. ഇനി ചായയും കുടിച്ച് വീട്ടിൽ വിളിച്ച് കുറച്ച് സൊറ പറയാം. അപ്പനാവാൻ പോകുന്നതിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി. ഇനി കുറച്ച് ലിപ്സ്റ്റിക് ഇടാം, കോൺഫിഡൻസിനും റീലിനും വേണ്ടി. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ശരി.